ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഉരുളക്കിഴങ്ങ് കറി വെച്ചാലോ. അതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ സവോള, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് കടുക് ഇടുക. കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, അതേപോലെ തന്നെ വറ്റൽമുളക് ഇത്രയും ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്കിത് വേറെ രീതിയിൽ വയ്ക്കാൻ പറ്റും. അതായത് നേരത്തെ നമ്മൾ കടുക് താളിച്ചെടുത്തല്ലോ, അതിനകത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ഇട്ട് മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒഴിക്കാൻ പറ്റും ആ മിക്സ്. ഇതിപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് അതൊന്ന് വെന്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇവിടെ കണക്കൊന്നുമില്ല കേട്ടോ, ചേച്ചി സ്ഥിരം വെക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കൈ കണക്കിലാണ് സാധനങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ എല്ലാവരും അതിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള എരിവും അതൊക്കെ നോക്കിയതിന് ശേഷം മസാലകളൊക്കെ ചേർക്കുക. മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതൊന്ന് തിളച്ചൊന്ന് തണുക്കാൻ വെക്കുമ്പോഴത്തേക്കിനും അത് നന്നായിട്ടൊന്ന് കുറുകി വരും. അങ്ങനെ നമ്മുടെ ഈസി ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.